അതുകൊണ്ട് ഖബറിലേക്ക് ഒരുക്കി വെച്ച ആളുകൾ മരണമടയുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ മരിക്കുന്ന ആളുകളുടെ ചില അടയാളങ്ങളുണ്ട്. നമ്മൾ ചീത്ത ആളുകളുടെ അടയാളങ്ങളല്ല മനസ്സിലാക്കേണ്ടത്, അത് പല രൂപത്തിലാവാം. ചീത്ത മരണം, നല്ല മരണവും ചീത്ത മരണവും തമ്മിലുള്ള വ്യത്യാസം ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 കാര്യങ്ങൾ പഠിപ്പിച്ചു, നല്ല മരണത്തിൻ്റെ അടയാളമാണ്. ഈ 6 യോഗ്യതകൾ നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമതായിട്ട് നല്ല അമലുകൾ ചെയ്യുന്ന അവസ്ഥയ്ക്ക് ശേഷമോ ആ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയോ ആയിരിക്കും അവൻ്റെ മരണമുണ്ടാവുക. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകാൻ പാടില്ല. അപ്പോൾ മുസ്ലിമായിട്ടാണോ മരിക്കുക? ഇസ്ലാമിലൊരു പ്രവർത്തനം ചെയ്ത്, ഇപ്പോൾ നമ്മൾ ഈ ജുമ കഴിഞ്ഞിട്ട് നമ്മൾ മയ്യത്തെടുത്തു വിചാരിക്കുക, മാഷാ അല്ലാഹ് നമ്മളെല്ലാവരും പറയുന്നത് അവൻ നല്ലൊരു നന്മ ചെയ്തിട്ട് ആ അവസ്ഥയിൽ പള്ളിയിലായിരിക്കുക, അല്ലെങ്കിൽ ജുമയിൽ നിന്ന് പിരിഞ്ഞ ഉടനെ, അല്ലെങ്കിൽ ജുമ നടന്നുകൊണ്ടിരിക്കെ, മിമ്പറിലായിരിക്കെ, ഖുത്ബ ശ്രവിച്ചുകൊണ്ടിരിക്കെ, നിസ്കരിച്ചു കൊണ്ടിരിക്കെ, സുജൂദിലായിരിക്കെ ഒക്കെ മരണപ്പെട്ടു എന്ന് പറയും. അതൊരു നല്ല അടയാളമാണ്, സാധ്യതയുണ്ട്. നേരെ മറിച്ച് ചീത്ത മരണമാണെങ്കിൽ ഏതെങ്കിലും കള്ളുഷാപ്പിൽ മരിക്കുന്നവരുണ്ടാവും, സിനിമകളിൽ ക്യൂ നിൽക്കുമ്പം മതിലിടിഞ്ഞ് വീണ് മരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഷീട്ട് കളിക്കുന്നിടത്തുനിന്ന് പോലീസ് ഓടിക്കുമ്പോൾ ഏതെങ്കിലും കുഴിയിൽ ചാടി മരിക്കുന്ന ആൾക്കാരുണ്ടാവും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നല്ല പ്രവർത്തനങ്ങളിലായിരിക്കും. നമ്മൾ അവസാനം ചെയ്ത പ്രവർത്തനം എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, അൽ അഅ്മാലു ബിഖവാതീമിഹ, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം തുടങ്ങിയ റിപ്പോർട്ടുകൾ കാണാം. അമലുകൾ പരിഗണിക്കപ്പെടുന്നത് അവസാനം ചെയ്യുന്ന അമലുകൾ അനുസരിച്ച്. അപ്പം നല്ല അമലുകൾ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നല്ല അമലുകൾ ചെയ്ത അവസ്ഥയിൽ അവസാനം ചെയ്ത ഒരു ചീത്ത കാര്യമല്ല. അങ്ങനെയാണ് ആരും മരിക്കുക? സത്യവിശ്വാസം മരിക്കുക. അങ്ങനെയുള്ള മഹാഭാഗ്യം മരണവും നമുക്ക് തരട്ടെ. മറ്റൊന്ന് ഇബ്തിസാമ, പ്രസന്നത, മുഖത്ത് ഒരു പുഞ്ചിരി, ഒരു പ്രസന്നത, ഒരു പ്രകാശം. അത് നമുക്ക് കാണാം ഏത് അവസ്ഥയിൽ. വലിയ ആക്സിഡൻറ്റിൽ, മാരകമായ അപകടങ്ങൾ പറ്റി മരിച്ചാലും സത്യവിശ്വാസികളായ ആളുകളുടെ മയ്യത്ത് കാണുമ്പോൾ ആ മുഖത്ത് നമുക്കൊരു പ്രകാശവും തെളിച്ചവും കാണാം. നമുക്ക് എത്ര അനുഭവങ്ങളുള്ളതാണ്, ഞാൻ എടുത്തു പറയേണ്ടതില്ല. സത്യവിശ്വാസികൾക്ക് അള്ളാഹു സവിശേഷമായ പ്രസന്നതയും പുഞ്ചിരിയും മരണനേരത്ത് നൽകും. മൂന്നാമതായി അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ട് മരിക്കും. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി ദഖലൽ ജന്ന. ഖൽബിൽ ഇഖ്ലാസോടുകൂടി കലർപ്പില്ലാതെ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ, അള്ളാഹുവിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഏതൊരാളുടെ അവസാന വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാകുന്നുവോ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. അവിടെ മരിക്കാൻ നേരത്തും ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ. വിളിക്കാൻ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. നഊദു ബില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ സാധിക്കണം. ഇനി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഏതൊരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയം ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി മരണമടയുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയിട്ട് മരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ടിട്ട് മരിക്കണം. അവസാനത്തെ കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകണം. ഇത് മൂന്നാമത്തെ അടയാളമാണ്. നാലാമതായി നെറ്റിത്തടങ്ങളിൽ പൊടിയുന്ന വിയർപ്പ്. അതിന് വ്യാഖ്യാനങ്ങളൊന്നും നൽകേണ്ട. ചില ആൾക്കാർ വരാം ഇങ്ങനെ പണിയെടുക്കുന്നതിൻ്റെ ഒരു ആലങ്കാരികമായ പ്രയോഗമാണെന്നൊക്കെ പറയും. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ല. ശരിക്കും നമ്മൾ വെറുതെ ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചാലും, ഇനി കോമയിൽ കിടക്കുമ്പോൾ മരണപ്പെടുന്ന ആൾ കുറേ വർഷങ്ങൾ കോമയിൽ കിടന്ന് മരണപ്പെട്ടാലും മുഅ്മിനായിട്ടാണ് അയാൾ മരിക്കുന്നതെങ്കിൽ അയാളുടെ നെറ്റിത്തടങ്ങളിൽ വിയർപ്പ് അനുഭവിക്കാൻ അയാൾക്ക് സാധിക്കും. അങ്ങനെ മരിക്കുമ്പോൾ തന്നെ ഒരാൾക്കറിയാം ഞാൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ. മഹ്ശർ ചെന്ന് വിചാരണയൊക്കെ കഴിഞ്ഞിട്ടല്ല നമ്മൾ സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ എന്ന് മനസ്സിലാക്കുന്നത്, മരിക്കുന്ന അന്ന്. റിസൾട്ട് അറിഞ്ഞിട്ടേ നമ്മൾ മരിക്കുള്ളൂ. സ്വർഗമാണോ നരകമാണോ എന്ന് അന്ന് അറിയിക്കും. അങ്ങനെ അറിയിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്, വേറെ ആർക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും മരിക്കുന്ന ആൾക്കത് ബോധ്യപ്പെടും, നെറ്റിത്തടങ്ങളിൽ വിയർപ്പ് പൊടിയുമെന്നുള്ളത്. ബുറൈദത്ത് ബിനുൽ ഹസീബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്നതിൽ കാണാം, അന്നഹു കാന ബി ഖുറാസാനിൻ ഫആദ അഖുൽ ലഹു വഹുവ മരീദ് ഫവജദഹു ബിൽ മൗത്ത്. അതായത് ബുറൈദ, അദ്ദേഹത്തിനൊരു സഹോദരൻ ഉണ്ടായിരുന്നു, രോഗിയായിരിക്കെ തിരിച്ചു വന്നു. ആ രോഗത്തിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. വൈദാ ഹുവ ബി അറഖിൻ അലാ ജബീനിഹി. അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിക്കുമ്പോൾ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരുന്നു. ഫഖാല,
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അക്ബർ, സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൗത്തുൽ മുഅ്മിനി ബിഅറഖിൽ ജബീൻ, സത്യവിശ്വാസിയുടെ മരണം നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിഞ്ഞതുകൊണ്ടാണ്. നമ്മളെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചിറക്കുന്ന കണ്ടിട്ട് വിയർപ്പ് പൊടിഞ്ഞത് കാണാത്തതുകൊണ്ട് നമ്മളയാൾ സത്യവിശ്വാസിയല്ല എന്ന് മുദ്ര കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്കറിയില്ല, വിയർപ്പല്ലേ, അത് പോകാം, ഒരാൾ കാണാം, കാണാതിരിക്കാം, ഒക്കെ സംഭവിക്കാം. പക്ഷേ മരണപ്പെടുന്നയാൾ അതറിയും. മരണപ്പെടുന്നയാൾ അയാളുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിയുന്നത് അറിയുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്ത്? സത്യവിശ്വാസിയുടെ മരണം നെറ്റിത്തടത്തിലെ വിയർപ്പോടുകൂടിയായിരിക്കും. അതൊരടയാളമായി പഠിപ്പിച്ച കാര്യമാണ്. അഞ്ചാമതായി, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മരണമടയുക എന്നുള്ളത്, അത് അയാൾ സത്യവിശ്വാസിയായി മരിക്കാനുള്ള സാധ്യതയായിട്ട് കണ്ടു. അതിനർത്ഥം അവിശ്വാസികൾ ആരും വെള്ളിയാഴ്ച മരിക്കൂല എന്നല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഒരാൾ വെള്ളിയാഴ്ച മരിച്ചാൽ അയാൾക്ക് ആശ്വസിക്കാനൊരു വകയുണ്ട്. എന്താ കാരണം? ഖബർ ശിക്ഷയിൽ നിന്ന് അയാൾക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്യപ്പെട്ടൊരു സംഗതിയാണ് വെള്ളിയാഴ്ചയിലെ മരണം. ഇത് മുനാഫിക്കുകൾക്ക് ബാധകമല്ല, ഖുബൂരികൾക്ക് ബാധകമല്ല, മുശ്രിക്കുകൾക്ക് ബാധകമല്ല, കാഫിറുകൾക്ക് ബാധകമല്ല. സത്യവിശ്വാസികളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തൽ ജുമുഅ, വെള്ളിയാഴ്ച രാവിനോ വെള്ളിയാഴ്ച പകലിലോ ഒരു മുസ്ലിം മരണമടഞ്ഞാൽ ഇല്ലാ വഖാഹുല്ലാഹു ലൈലത്തൽ ഖബരി, ഖബറിൻ്റെ രാവിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്താതിരിക്കും. എന്നാൽ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്താതിരിക്കില്ല. വെള്ളിയാഴ്ച മരണമടയുക എന്നുള്ളത് അയാളെ സംബന്ധിച്ച്